മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം. ഒരു തുടക്കം എന്ന നിലയിൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കൊച്ചു സിനിമയാണത്. സിനിമ ഒരു നല്ല സന്ദേശവും അല്ലെങ്കിൽ വലിയൊരു സന്ദേശം കൂടി നൽകുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ സിനിമയെ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു തുടർക്കഥയായി മാറുന്ന സാഹചര്യവുമുണ്ട്. സർക്കാരും പോലീസും കോടതിയും വ്യവസ്ഥയുമെല്ലാം ഒരുമിച്ച് അതിനെതിരായി പോരാടേണ്ട ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഈ നാട്ടിലെ പെൺകുട്ടികൾ ഈ സിനിമ കാണുന്നത് അവർക്ക് ഒരു ഊർജം നൽകാൻ സഹായിക്കും. മോഹൻലാലിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള കമ്പനി ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ മലയാളത്തിലെ ഏറ്റവും നല്ല സാങ്കേതിക വിദഗ്ധരും നടീനടന്മാരുമെല്ലാം ആ സിനിമയിലെ ഭാഗമാകും. മകൾ നായിക കൂടിയാകുമ്പോൾ ഒരു പിന്തുണ എന്ന നിലയിലും ഒരു ആശീർവാദം എന്ന നിലയിലും എല്ലാവരും ആശീർവാദിന് ഒപ്പം നിൽക്കും. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ പോലും നമുക്ക് ഏറ്റവും സുപരിചിതരായ നടീനടന്മാർ കടന്നു വരുന്നുണ്ട്. അത് ഈ സിനിമയ്ക്ക് ഒരു ഹൈ പിച്ച് നൽകുന്നുണ്ട്. സിനിമയുടെ കഥയോ അവതരണമോ ഒരു വൗ ഫാക്ടർ ഒന്നും നൽകുന്നില്ല. ഒരു വിസ്മയം അല്ലെങ്കിൽ അത്യുഗ്രൻ എന്നൊന്നും പറയാനും കഴിയില്ല. ഒരു ചെറിയ സിനിമ. എന്നാൽ ഈ സിനിമ തുടക്കം മുതൽ നമ്മളെ പിടിച്ചെടുത്തു. കാരണം ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടി ഒരു കുരുക്കിൽപ്പെടുന്നതും പിന്നീട് ആ കുരുക്ക് കണ്ടെത്തി അത് അഴിക്കാൻ അവൾ നടത്തുന്ന ശ്രമങ്ങളുമാണ് ഈ സിനിമയുടെ വിഷയം. ആ പെൺകുട്ടിയുടെ വേഷമാണ് മോഹൻലാലിൻ്റെ മകൾ അവതരിപ്പിക്കുന്നത്. ആ വേഷം ഭംഗിയായി വിസ്മയ ചെയ്തു. പ്രത്യേകിച്ചും ആക്ഷൻ രംഗങ്ങളിൽ ഉഗ്രനായിരുന്നു. മലയാളത്തിൽ ആക്ഷൻ രംഗങ്ങൾ പല യുവനടികളും ഈ കാലത്ത് മനോഹരമായി തന്നെ ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് അതൊക്കെ ചെയ്യാൻ നമ്മൾ പുറത്തുനിന്നും നായികമാരെ ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. ഇപ്പോഴും മുഴുനീള ആക്ഷൻ രംഗങ്ങളിൽ പോലും നമ്മുടെ കുട്ടി നായികമാർ ആക്ഷൻ വിസ്മയം സൃഷ്ടിക്കുന്നുണ്ട്. ലോക പോലെയുള്ള സിനിമകളിൽ അത് തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. എന്നാൽ ഈ സിനിമയിലെ വിസ്മയയുടെ ആക്ഷൻ രംഗം തുടങ്ങുമ്പോൾ തന്നെ പ്രേക്ഷകർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തുടങ്ങും. അതാണ് ഈ സിനിമയുടെ തിരക്കഥയിൽ പ്രയോഗിച്ച ഒരു ടെക്നിക്ക്. വിസ്മയയുടെ അച്ഛനായിട്ട് ആ വേഷത്തിലെത്തുന്നത് സായികുമാറാണ്. മനോജ് കെ ജയൻ്റെ ഒരു പോലീസ് വേഷം, ഗണേഷ് കുമാർ, ചിപ്പി, കോട്ടയം രമേശ്, ജയാക്കുറുപ്പ്, ജാഫർ ഇടുക്കി, മിയ, ബോബി കുര്യൻ തുടങ്ങി നിരവധി താരങ്ങൾ ചെറുതും വലുതുമായ വേഷങ്ങളിൽ എത്തുന്നുണ്ട്. എടുത്തു പറയേണ്ടത് ആന്റണി പെരുമ്പാവൂരിൻ്റെ മകൻ ആഷിഖ് ജോ ആന്റണി. അദ്ദേഹം അവതരിപ്പിച്ച ഒരു കഥാപാത്രമാണ്. ഈ സിനിമയിൽ ആ കഥാപാത്രത്തിൻ്റെ പേരിന് പോലും വലിയ പ്രസക്തിയില്ല. സിനിമയുടെ തുടക്കത്തിൽ ആരോ ഈ കഥാപാത്രത്തിൻ്റെ പേര് ഒന്നോ രണ്ടോ തവണയൊക്കെ പറയുന്നുണ്ട് എങ്കിലും പിന്നീട് ഒരിക്കലും ഒരിടത്തും ഈ കഥാപാത്രത്തിൻ്റെ പേരിന് ഈ സിനിമയിൽ ഒരു പ്രാധാന്യവുമില്ല. സത്യത്തിൽ ആ കഥാപാത്രം ഒരവസ്ഥയാണ്. മനുഷ്യനല്ല, ഒരു മൃഗമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നമുക്ക് അങ്ങനെയും വിളിക്കാൻ കഴിയില്ല. കാരണം മൃഗം പോലെ ആവണം കുഞ്ഞാ മനുഷ്യനാകാതെ എന്ന് പാടി മൃഗത്വത്തെ ആദരിച്ച ഒരു നാടാണ് നമ്മുടേത്. ഇത്തരം പേപിടിച്ച ജന്മങ്ങൾ മനുഷ്യർക്കിടയിലാണ് ഉള്ളത് എന്ന് ഈ സിനിമയിലൂടെ തെളിയുന്നു. അവർക്കെന്തിനാണ് ഒരു പേര്? രൂപവും പ്രവൃത്തിയും മതിയല്ലോ തിരിച്ചറിയാൻ. അത്തരം ഒരു കഥാപാത്രമാണ് ആഷിഖ് ജോ ആന്റണി അവതരിപ്പിക്കുന്നത്. വിസ്മയ അവതരിപ്പിച്ച കഥാപാത്രത്തിന് കിട്ടുന്ന ഓരോ കയ്യടിക്കും കാരണമാകുന്നത് ഈ കഥാപാത്രത്തിനാണ്. മറ്റൊരു പ്രത്യേകത, ഈ കഥാപാത്രത്തിന് ഈ സിനിമയിൽ ഒന്നോ രണ്ടോ ഡയലോഗ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ആ ഡയലോഗ് കൂടി സത്യത്തിൽ ഒഴിവാക്കേണ്ടതായിരുന്നു. അങ്ങനെ ഒഴിവാക്കിയിരുന്നുവെങ്കിൽ കൂടുതൽ പ്രതീകാത്മകമായിരുന്നു ആ കഥാപാത്രം. മികച്ച കൈയടക്കം ഈ വേഷം ചെയ്യുന്നതിൽ ആഷിഖ് ജോ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒന്നോ രണ്ടോ സിനിമകളിൽ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആഷിഖ്. ഈ സിനിമ ഈ യുവ നടന് കൂടുതൽ അവസരങ്ങൾ നൽകും എന്നത് ഉറപ്പാണ്. ഇനി പറയാനുള്ളത് ഒളിച്ചു വെക്കേണ്ട ഒന്നുമല്ല. ഒരു സുപ്രധാന നിമിഷത്തിൽ സിനിമയിലെത്തി സിനിമയ്ക്ക് മോട്ടിവേഷൻ നൽകുന്ന മോഹൻലാൽ എന്ന നടൻ്റെ പ്രകടനവും ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ബലവും ഊർജവുമാണ്. അച്ഛനും മകളുമൊക്കെ ഒരുമിച്ചുള്ള ചെറിയ ആ സീനുകൾ ആ സിനിമയിൽ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതനായ ആന്റണി പെരുമ്പാവൂരും ആ ഒരു നിമിഷം അവിടെ വന്നു പോകുന്നുണ്ട്. ഈ പ്രണവ് മോഹൻലാൽ അഭിനയിച്ച ആദി എന്ന സിനിമയിൽ മോഹൻലാൽ സിനിമാ നടൻ മോഹൻലാലായി തന്നെയാണ് ഒരു സീനിൽ അതിഥിയായി എത്തുന്നത്. സമാനമായ ഒരു സീനിലാണ് ഇവിടെയും എത്തുന്നത് എന്നതും കൗതുകമാണ്. രണ്ട് മക്കൾക്കും പരാതിയൊന്നും വേണ്ട എന്ന് അദ്ദേഹം കരുതിക്കാം. മറ്റുള്ള സാങ്കേതിക മേഖലയും നന്നായി അവരുടെ പണിയെടുത്തു. ആക്ഷനും മോട്ടിവേഷനും സമം ചേർത്ത് അരച്ച ഒരു തിരക്കഥയാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. ലിനീഷ് നെല്ലിക്കൽ, അഖിൽ, അതോടൊപ്പം തന്നെ ഈ സംവിധായകനായിട്ടുള്ള ജൂഡ് ആന്റണി എന്നിവരെല്ലാം കൂടെ ചേർന്നാണ് ഈ തിരക്കഥ രചിച്ചിരിക്കുന്നത്. ഈ ജൂഡ് ആന്റണി 2018 എന്ന സിനിമയിലൂടെ സംവിധാനത്തിൻ്റെ പ്രതിഭ തെളിയിച്ച യുവ സംവിധായകന്മാരിൽ ഒരാളാണ്. എന്നാൽ ആ സിനിമയുടെ ഒരു ജോണർ അല്ല ഇത് ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണ്. ഒപ്പം ഒരു ഫാമിലി ഡ്രാമയുമാണ്. ഒരു ആക്ഷൻ സിനിമയ്ക്ക് ആവശ്യം വേണ്ട വയലൻസ് ഒക്കെ ഈ സിനിമയിലുണ്ട്.
എന്നാൽ മയക്കുമരുന്നിനെതിരായ ഒരു സന്ദേശം കൂടി നൽകാൻ ശ്രമിക്കുന്ന ഈ സിനിമയിൽ നിർബന്ധമായും ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടുതൽ കാണിക്കുന്ന രംഗങ്ങൾ ഒഴിവാക്കി കാണിക്കാൻ ഇനിയെങ്കിലും നമ്മുടെ സിനിമകൾ ശ്രമിക്കണം എന്നൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. മയക്കുമരുന്നുകളെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ ഒരു രംഗങ്ങളും പാടില്ല എന്നൊരു തീരുമാനം ഈ ആശീർവാദ് പോലെയുള്ള കമ്പനികൾ തീരുമാനിക്കുമ്പോൾ അത് തന്നെ ഒരു നല്ല ആശ്വാസമാണ്. അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾക്ക് അല്ലെങ്കിൽ കഥകൾക്ക് ഈ സമൂഹം കൊടുക്കുന്ന നിറവും വ്യാഖ്യാനവും മിക്കവാറും എല്ലാ സിനിമകളിലും ഒരേപോലെയുള്ള വിഷയങ്ങളാണ്. പെൺകുട്ടി മാത്രമാണ് അത്തരത്തിലുള്ള ഈ വ്യാജ വാർത്തകൾക്ക് ഇരയാകുന്നത്. ഒരു പെൺകുട്ടിയെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് കണ്ണുമടച്ച് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് സ്ത്രീകൾ തന്നെയാണ് എന്ന രീതിയിലാണ് മിക്കവാറും സിനിമകളുടെയൊക്കെ ഒരു പോക്ക്. അതിൽ നിന്നും ഒട്ടും പുറകോട്ട് പോകുന്നില്ല ഈ സിനിമയും. സ്ത്രീ കേന്ദ്രീകൃതമായ ഒരു സിനിമയിലും ഈ സെന്റിമെന്റ്സ് ഒക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അത്തരം രംഗങ്ങൾ ഉണ്ടാക്കുകയും പിന്നീട് നായിക വിജയിക്കുമ്പോൾ അല്ലെങ്കിൽ നായിക നല്ലവളാണെന്ന് തിരിച്ചറിയുമ്പോൾ കുറ്റബോധത്തോടെ അവളെ അനുമോദിക്കുന്ന രീതിയിലുള്ള ക്ലീഷേ ഒക്കെ ഈ തുടക്കം എന്ന് പറയുന്ന സിനിമയിലുണ്ട്. ബോധപൂർവം കുറച്ച് സെന്റിമെന്റ്സ് വേണമെന്ന് തോന്നിയാൽ അതല്ലാതെ വേറെ മാർഗം ഇല്ലല്ലോ എന്നായിരിക്കാം. അതൊന്നും അത്ര ഗൗരവമുള്ള കാര്യമല്ല. മലയാള സിനിമ ആരംഭിച്ചത് മുതലുള്ള ശീലങ്ങളാണ് അതൊക്കെ. ഇന്ന് സമൂഹം ഒത്തിരി മാറി. പെണ്ണിന് വേണ്ടി കൂടുതൽ പോരാടുന്നത് പെണ്ണുങ്ങൾ തന്നെയാണ്. അത് ജൂഡ് അറിഞ്ഞിട്ടുണ്ടാവില്ല. ആണുങ്ങൾ പറയുന്നത് കേട്ട പാതി കേൾക്കാത്ത പാതി വിശ്വസിച്ച് അത് പ്രചരിപ്പിക്കുന്ന സ്ത്രീകൾ ഇപ്പോൾ വളരെ കുറവാണ്. അത്തരം ആളുകൾ തുടക്കം എന്ന സിനിമ കണ്ട് നന്നാകാനും പോകുന്നില്ല. ഞാൻ പറഞ്ഞതൊക്കെ എൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം മറ്റൊരു തരത്തിലാണെങ്കിൽ ആ അഭിപ്രായത്തെയും ഞാൻ ആദരിക്കുന്നു. കുറച്ചൊക്കെ ഒന്ന് ശ്വാസം പിടിച്ചിരുന്ന് കാണാനും ആക്ഷൻ സിനിമകളൊക്കെ ആസ്വദിക്കാനും താല്പര്യമുള്ളവർക്ക് ഒട്ടും ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല സിനിമ എന്ന് പറയാം ഈ തുടക്കം. അപ്പോൾ തുടക്കം നന്നായി, ഇനി തുടരുക.